ഒരു വെജിറ്റബിൾ പുട്ടാണ്. അപ്പോൾ വെജിറ്റബിൾ പുട്ടിന് ഒരു കറി നല്ല വാഴപ്പഴമാണ്. ഞങ്ങളിന്ന് ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ പോയപ്പോഴേ വാഴപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ പഴമാണ് ചെയ്യുന്നത്. പുട്ടും പഴവുമാണ്. ഇതാണ് വാഴ. ഞങ്ങളുടെ കുന്നത്തമ്മയുടെ വീട്ടില് പേരാവൂര് പോയപ്പോൾ ഞങ്ങള് വാഴപ്പഴം കൊണ്ടുവന്നായിരുന്നു. അപ്പൊ ഇന്ന് പഴുത്തപ്പഴം ഇങ്ങനെ ഒരു ഡെലീഷ്യസ് ഒരു ഫുഡ് നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെജിറ്റബിൾ പുട്ടും നല്ല അടിപൊളിയുള്ള വാഴപ്പഴവും കൂടിയാണ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ എന്താ ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചപ്പോഴാണ് പെട്ടെന്ന് ഐഡിയ കിട്ടിയത് വെജിറ്റബിൾ പുട്ടാക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഒരു വെജിറ്റബിൾ പുട്ടിലേക്ക് വന്നത്. അപ്പൊ ഇതാണ് ഇന്ന് നമ്മൾ ഇലപ്പുട്ടാണ്. ഇലപ്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നല്ല പ്രോട്ടീൻ, നല്ല വിറ്റാമിൻ ഉള്ള ഒന്നാണ്. വിറ്റാമിൻ ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇങ്ങനെയുള്ളത് ഇലപ്പുട്ട്. ഈ ഇലപ്പുട്ടിൽ ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് ചീരയില്ല, അതായത് നമ്മുടെ വേലിച്ചീര എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടുകളിൽ കുത്തി കൊമ്പിലുണ്ടാകുന്ന ചീരയാണ് അത്. അതിൻ്റെ ഇലകള്, പിന്നെ നമ്മുടെ അടുത്തതായിട്ട് കരിവേപ്പില, ഈ കരിവേപ്പില ഇലകള്, പിന്നെ അടുത്ത് ഉപയോഗിക്കുന്ന മുരിങ്ങയുടെ ഇല. ഇതൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി നമുക്ക് അതിലെ എല്ലാ പാറ്റയൊക്കെ ഉണ്ടെങ്കിൽ പൂപ്പലുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാം പെറുക്കി മാറ്റി വൃത്തിയായിട്ട് വെക്കണം. പിന്നെ ആവശ്യത്തിന് പുട്ടിൻ്റെ പൊടി, അരിപ്പൊടി, പിന്നെ തേങ്ങ. അപ്പം ഞാൻ എടുത്തേക്കുന്ന അരമുറി തേങ്ങയും ആവശ്യത്തിന് പുട്ടുപൊടിയുമാണ്. അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വളരെ അത് ഉണ്ടാക്കുന്നതിന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ഇടുക. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം, എങ്കിലേ നമുക്കത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാവുള്ളൂ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇലകളൊക്കെ നല്ലവണ്ണം തൂത്ത് വൃത്തിയായിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ തണ്ട് എടുക്കണം. അപ്പൊ ഇലകള് ഇങ്ങനെ വൃത്തിയായിട്ട് തണ്ട് കളയണം. തണ്ടുകളൊന്നും കാരണം മിക്സിയിൽ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ്, അരച്ചെടുക്കാൻ. അപ്പം ഇതുപോലെ ഈ തണ്ടൊക്കെ നമുക്ക് മാറ്റിക്കളയാം. ഇല മാത്രം മതി. മിക്സിയുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മളിപ്പം പച്ച ഇലകളെല്ലാം നമ്മൾ ഇടുന്നു. പച്ച ഇലകളെല്ലാം നമ്മൾ പുട്ടിൻ്റെ പൊടി, ഞാൻ പുട്ടിൻ്റെ പൊടി ശരിക്കും പൊടിക്ക് വെച്ചിരിക്കും. ഇപ്പം ഇന്ന് ഈ തീർന്നോട് ഇങ്ങനെ ആക്കാൻ വേണ്ടി തന്നെ പുട്ടിൻ്റെ പൊടി മേടിച്ച് ഇതാണ് നമ്മുടെ പുട്ടുപൊടി. കുറച്ച് നമുക്ക് ഒരു 2 പേർക്ക് കഴിക്കാവുന്ന പുട്ടുപൊടി, നമുക്ക് ആവശ്യത്തിന് കുറച്ച് എടുക്കുക. പുട്ടിൻ്റെ പൊടി നമ്മൾ പൊടിച്ചെടുത്താണ്, കണ്ടോ, നല്ല പച്ച നിറത്തിൽ. അപ്പോൾ ഇതാണ് നമുക്ക് പൊടിച്ച് കിട്ടുന്നത്. ഇതിൻ്റെ പൊടി നമ്മൾ ഇങ്ങനെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇതാണ് പുട്ടിൻ്റെ. നമ്മളൊരു പാത്രത്തിലേക്ക് ഇടുക. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ് സ്ലൈസ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരറ്റും കൂടി നമ്മൾ ഈ പൊടിയിലേക്ക് ഇടുക. അപ്പം വളരെ നല്ലതാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നല്ലൊരു ഫുഡാണ്, വെജിറ്റബിൾ ഫുഡാണ്. അപ്പോൾ ക്യാരറ്റാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നോക്കാം. നല്ലവണ്ണം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിക്കാണ്ട് നമ്മളിങ്ങനെ പൊടിച്ചെടുക്കണം. അതിനുശേഷം ക്യാരറ്റ് നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ലവണ്ണം വെള്ളം ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടും. ഇങ്ങനെ പൊടിച്ച ശേഷം മാത്രം വേണമെങ്കിൽ നമ്മളിതെല്ലാം നമുക്ക് നനച്ച് നോക്കി കഴിയുമ്പോൾ കുറച്ച് വെള്ളം വേണമെങ്കിൽ നമ്മൾ കുറച്ച് പൊടിക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് പൊടിക്കരുത്. അപ്പോൾ ക്യാരറ്റ് കിട്ടിയതിന് ശേഷം നമുക്ക് വേണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം വെള്ളം അല്പം ഇച്ചിരി വെള്ളം നമുക്ക് നോക്കാം. ശകലം മതി. ഒന്ന് കുതിർന്നതാണ് എങ്കിലും ഒന്ന് ഇങ്ങനെ ആകാൻ വേണ്ടി.
കുറച്ച് നോക്കിയിട്ട് വേണം പിന്നെ നമുക്ക് വെള്ളം ഒഴിച്ച് ആക്കാൻ. ഇങ്ങനെ കുഴച്ച് എടുക്കുക. ഇത് നമുക്കത് പുട്ടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാവർക്കും പുട്ടുണ്ടാക്കാൻ അറിയാം, പക്ഷെ ഇന്ന് നമ്മുടെ പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, വാ. പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിനി ഗ്യാസ് സ്റ്റവ് കത്തിക്കുവാണ്. കത്തിച്ച് നല്ലവണ്ണം വെള്ളം തിളച്ചതിന് ശേഷം മാത്രമേ. അപ്പോൾ ആവി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കണ്ട. നല്ലവണ്ണം തേങ്ങ ഇടണം, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പുട്ടിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ആവി, കുറ്റിയുടെ പുറത്തു കൂടെ ഇങ്ങനെ നല്ല ആവി വന്ന് നമ്മൾ കുറച്ച് സമയം അവിടെ വെക്കണം. ആവി ചിരിങ്ങൊന്ന് വേകണം. അപ്പോൾ അപ്പോൾ നമുക്ക് ഈ തീയ ഒന്ന് കുറച്ച് വെക്കാം. അവിടെ ഇരുന്നിട്ട് 1-2 മിനിറ്റ് വേഗം. അപ്പം ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് തീയ. അപ്പോൾ അവിടെ ഇരുന്ന് നോക്കുമ്പോൾ 1 മിനിറ്റ് വേണ്ടി, കണ്ടോ, നല്ലവണ്ണം ഇങ്ങനെ ആവി നല്ലോണം വെന്തിട്ടുണ്ട്. പക്ഷെ ഒന്ന് ഇരുന്ന് ഇങ്ങനെ വേകാൻ വേണ്ടിയുള്ള ഒരു ടൈമാണ്, 1 മിനിറ്റ് നമുക്ക് കൊടുക്കാം. അപ്പോൾ പുട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി അത് കുത്തുമ്പോഴേക്കും നമുക്ക് നോക്കാം. പയ്യെ തുറന്ന് നോക്കാം. നല്ല ചൂടാണ്. ഇതാണ് നമ്മൾ കുത്തി നോക്കാം. അതിൻ്റെ പുറത്തേക്ക് കൊണ്ടുവരണമല്ലോ, നോക്കാം. നല്ല സ്മെല്ലാണ്. ഇതാണ് നമ്മുടെ പുട്ട്. വളരെ സ്വാദിഷ്ടം. ഇതിലിങ്ങനെ കുത്തി നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അതിന്റെ സ്മെല്ല് ഇങ്ങനെ ആവി ഇങ്ങനെ വരുന്ന അടിപൊളി സ്മെല്ലാണ്. ഏറ്റവും രുചികരവും സ്വാദിഷ്ടകരമായ. ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇലപ്പുട്ടാണ്. ഇല എന്ന് പറയുമ്പോൾ കരിവേപ്പില, ചീരയിലയുടെ ഇല, പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന മുരിങ്ങയില, ഇതെല്ലാം കൂടി പൊടിച്ചിട്ട് പുട്ടുണ്ടാക്കിയതാണ്. അതിൻ്റെ കൂടെ നല്ല അടിപൊളി വാഴയ്ക്കപ്പഴം പുട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ചേർത്തിരിക്കുന്നത് ക്യാരറ്റ് സ്ലൈസ് ചെയ്ത് അത് നല്ലോണം മിക്സ് ചെയ്തു. അങ്ങനെ പുട്ടുണ്ടാക്കി. ഇതാണ് ഇന്നത്തെ വെജിറ്റബിൾ പുട്ട്. അതിൻ്റെ കൂടെ നല്ല അടിപൊളി വാഴപ്പഴം. ഈ വാഴപ്പഴം ഞങ്ങൾ പേരാവൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പേരാവൂരിൽ നിന്ന് എൻ്റെ അമ്മയുടെ വീട്ടിൽ. അപ്പോൾ കുന്നത്ത് അമ്മയുടെ വീട്ടിൽ പോയപ്പം അത് വലിയൊരു വാഴക്കൊല. ആ വാഴക്കൊല പഴുത്ത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇന്ന് പുട്ടുണ്ടാക്കണം. അങ്ങനെ ഞങ്ങളിന്ന് പുട്ടുണ്ടാക്കി. അപ്പം എല്ലാ കുന്നത്തുകാർക്കും ഇതുപോലെ വാഴപ്പഴപ്പുട്ട് നിങ്ങൾ ഉണ്ടാക്കണം. അടിപൊളിയാണ്. ഈ പഴം തന്നെ നല്ല ടേസ്റ്റാണ്. ഒരു നാടൻ പഴമാണ്. വിഷങ്ങളൊന്നും ഇടാതെ നാടൻ പഴമാണ് ചേട്ടായി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ നേഴ്സറിയിൽ നിന്ന് ഹസ്ബൻഡ് ഞാനിവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് തന്നതാണ്. നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളി. ഈ വാഴപ്പഴത്തിനൊക്കെ എന്നാ രുചിയാണെന്നറിയാവോ? നമ്മുടെ ടൗണിൽ നിന്ന് മേടിക്കുന്ന വാഴപ്പഴമൊന്നുമില്ല. ഇത് നല്ല അടിപൊളി നാടൻ വാഴക്കയാണ്. അതിന് തന്നെ എന്നാ ടേസ്റ്റാ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കഴിച്ച് നോക്കാം. ഇങ്ങനെ ഇത് കഴിച്ചിട്ട് സുഖമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ വാഴപ്പഴവും ഈ പുട്ടും നമ്മൾ നല്ലോണം കുഴച്ചിട്ട് കഴിക്കണം. അടിപൊളി. ഏത് അസുഖമുള്ളവർക്കും ഈ പുട്ട് നമുക്ക് കഴിക്കാം. അപ്പം വളരെ നല്ല ഒരു ഫുഡാണ്.
നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി ഫാമിലിയോടൊപ്പം കഴിക്കണം. നല്ലതാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നല്ല ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്.